2025 മാർച്ച് 12 മഹാത്മജിയുടെ ആറ്റിങ്ങൽ സന്ദർശനത്തിന് 100 വർഷം പൂർത്തിയാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലേക്കുള്ള യാത്രാമധ്യേ 12-ാം തീയതി രാവിലെ 8:30 മഹാത്മജി ആറ്റിങ്ങലെത്തിയത്. അതിനു മുന്നുള്ള ദിവസങ്ങളിൽ 9-10 തീയതികളിൽ മഹാത്മജി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. അധകൃതർക്ക് ക്ഷേത്രപ്രവേശനത്തിനും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സത്യാഗ്രഹമായിരുന്നു ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം. 11-ാം തീയതി അദ്ദേഹം തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിലെത്തുകയും ശ്രീ ചിത്രതിരുനാളിനെ സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. 12-ാം തീയതി രാവിലെയുള്ള യാത്രക്കിടയിലാണ് അദ്ദേഹം ആറ്റിങ്ങൽ വഴി കടന്നു പോകുന്നതും ആറ്റിങ്ങലിലെ ധീരദേശാഭിമാനികളുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നത്. 12-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി വർക്കല മുസാവരി ബംഗ്ലാവിൽ അദ്ദേഹം വിശ്രമിച്ചു. അതിനുശേഷം റീജൻ്റ് മഹാറാണിയെയും അതോടൊപ്പം മഹാരാജാവ് വലിയ കോയി തമ്പുരാനെയും സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. ക്ഷേത്രപ്രവേശനവും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യവും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സാമൂഹ്യ അവകാശങ്ങളാണ് എന്ന് മഹാത്മജി പറഞ്ഞു. വൈകുന്നേരം 3:30 മണിക്കാണ് അദ്ദേഹം ശിവഗിരിയിലെത്തിയത്. അവിടെ ഗുരുദേവനുമായിട്ടുള്ള കൂടിക്കാഴ്ച. അന്ന് അദ്ദേഹം ശിവഗിരി ആശ്രമത്തിലാണ് കഴിഞ്ഞത്. വർക്കലയിലേക്കുള്ള യാത്രാമധ്യേ 8:30 മണിയോടുകൂടിയാണ് 1925 മാർച്ച് മാസം 12-ാം തീയതി മഹാത്മജി ആറ്റിങ്ങലെത്തുന്നത്. മഹാത്മജി ഒരിക്കൽ മാത്രമാണ് ആറ്റിങ്ങൽ സന്ദർശിച്ചിട്ടുള്ളത്. അന്ന് ഇവിടുത്തെ ധീരദേശാഭിമാനികൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത് മള്ളൂർ വിലാസം ഗ്രന്ഥശാലയിലാണ്. ഈ ഗ്രന്ഥശാലയാണ് ഇന്ന് NSSൻ്റെ താലൂക്ക് ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. മഹാത്മജിയോടൊപ്പം സി രാജഗോപാലാചാരി, EV രാമസ്വാമി നായ്ക്കർ, രാമദാസ് ഗാന്ധി, മഹാദേവ് ദേശായി എന്നിങ്ങനെ പ്രഗത്ഭരായ ഒട്ടേറെ വ്യക്തികൾ ഉണ്ടായിരുന്നു. രാജ്യം സ്വതന്ത്രമാവുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ശോഭ അനുഭവിക്കുന്നതിന് സമഭാവനയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കണം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പൊരുൾ അതാണ് എന്ന് മഹാത്മജി വിശദീകരിച്ചു. നൂൽ നൂക്കാനും വസ്ത്രം നെയ്യാനും എല്ലാവരും പഠിക്കണം. സ്വതസിദ്ധമായ ഒരു പുഞ്ചിരിയോടുകൂടി മഹാത്മജി പറഞ്ഞു. മഹാത്മജിയുടെ ആറ്റിങ്ങൽ സന്ദർശനത്തിൻ്റെ 100 വർഷം തികയുന്ന ഈ വേളയിൽ അതിൻ്റെ നിറവിലാണ് ഇന്ന് ആറ്റിങ്ങൽ പട്ടണം.